41 ലക്ഷം മുടക്കിയ പദ്ധതി ഉണ്ടെങ്കിലും കുടിവെള്ളമില്ലാതെ വലയുകയാണ് ഇടുക്കി ഉപ്പുതറ തപോഗിരിയിലെ 113 കുടുംബങ്ങൾ. 2016-17 ജില്ലാ പഞ്ചായത്താണ് തപോഗിരി ശുദ്ധജല വിതരണ പദ്ധതിക്ക് 41 ലക്ഷം രൂപ അനുവദിച്ചത്. തുടർച്ചയായി മോട്ടോർ തകരാറിലാകുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുടിവെള്ള പദ്ധതിക്കായി ചീതലാർ പുഴയ്ക്ക് കുറുകെ തടയണയും അതിനോട് ചേർന്ന് കുളവും നിർമ്മിച്ചു. അമ്പലപ്പാറ മലമുകളിലെ ടാങ്കിൽ വെള്ളമെത്തിച്ച് വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി. ഇതിനായി കുളത്തിന് സമീപം മോട്ടോറും സ്ഥാപിച്ച് 2018 പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എസ്റ്റിമേറ്റിലെ അപാകത മൂലം അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടന്നത്. ഉറവയില്ലാത്തതിനാൽ പുഴ വരണ്ടാൽ കുളത്തിൽ വെള്ളമില്ലാതാകും. വർഷകാലത്ത് കോൺക്രീറ്റ് വിടവിലൂടെ മലിനജലം കുളത്തിനുള്ളിലേക്ക് കയറുകയും ചെയ്യും. ഇത് പരിഹരിക്കാൻ ശുദ്ധീകരണ പ്ലാന്റിന് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പദ്ധതി പ്രവർത്തനം തുടങ്ങുകയായിരുന്നു. 3 മാസം തികയും മുമ്പ് മോട്ടോർ തകരാറിലായി ജലവിതരണം മുടങ്ങി. നന്നാക്കാൻ കൊണ്ടുചെന്നപ്പോഴാണ് പഴയ മോട്ടോറാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നതെന്ന് മനസ്സിലായത്. വെയിലായി കഴിഞ്ഞ് ഒരാഴ്ച വെയിലായി കഴിഞ്ഞാൽ പോയി കുറച്ച് വെള്ളമില്ല. അഥവാ വെള്ളം ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ മോട്ടർ ഒന്നും കംപ്ലൈൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കാര്യമില്ല. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടായിട്ടുള്ള ആരെയും ഞങ്ങൾ കാണുന്നില്ല, കണ്ടിട്ടുമില്ല. കാര്യം ഞങ്ങൾ ഇതിൻ്റെ ഉപഭോക്താവാണ്. നാട്ടുകാർ പിരിവെടുത്താണ് മോട്ടോർ നന്നാക്കിയത്. പിന്നീട് ഇടയ്ക്കിടെ മോട്ടോർ തകരാറിലാവുകയും നാട്ടുകാർ പണം മുടക്കി നന്നാക്കുകയും ചെയ്തു. ഇതുമൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്കുണ്ടായത്. തുടർന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 2,60,000 രൂപ ചെലവഴിച്ച് പുതിയ മോട്ടോർ സ്ഥാപിച്ചു. എന്നാൽ 1 വർഷം തികയും മുമ്പ് ഇതും പണിമുടക്കി. ഇപ്പോൾ 3 മാസമായി ജലവിതരണം നിലച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പലതവണ സ്ഥലത്ത് വന്നുപോയെങ്കിലും മോട്ടോർ നന്നാക്കാൻ നടപടിയുണ്ടായില്ല. 2 കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി തലച്ചുമടായാണ് നാട്ടുകാർ കുടിവെള്ളം ശേഖരിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.